വെള്ളിയാഴ്ച ചെന്നൈയിൽ നടന്ന നിർമ്മാതാവ് ഇഷാരി ഗണേഷിന്റെ മകളുടെ വിവാഹത്തിൽ തമിഴ് നടൻ രവി മോഹനായിരുന്നു ശ്രദ്ധാകേന്ദ്രം. വിവാഹമോചനത്തിന് ശേഷം നടൻ ഗായിക കെനിഷ ഫ്രാൻസിസിനൊപ്പം പ്രത്യക്ഷപ്പെട്ടതാണ് വാർത്തകൾ വരാൻ കാരണം. രവി മോഹൻ തന്റെ മുൻ ഭാര്യ ആരതിയിൽ നിന്നും വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ വർഷം തങ്ങൾ സുഹൃത്തുക്കളായിരുന്നുവെന്ന് രവിയും കെനിഷയും പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ വരവ് അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. രവി മോഹൻ്റെ വിവാഹമോചനത്തിന് പിന്നാലെ അതിന് കാരണം എന്നറിയപ്പെട്ട പേരാണ് കെനിഷ ഫ്രാൻസിസിൻ്റേത്. എന്നാൽ അത്തരം വാദങ്ങളെ രവി മോഹൻ അടക്കം തള്ളിയിരുന്നു. എന്നാൽ വേൽസ് ഫിലിംസ് ഉടമയുടെ മകളുടെ വിവാഹത്തിന് രവിയും കെനിഷയും ആഘോഷ വസ്ത്രങ്ങൾ ധരിച്ച് തന്നെയാണ് എത്തിയത്. പരമ്പരാഗത ഷർട്ടും ധോത്തിയും ധരിച്ചാണ് നടൻ എത്തിയതെങ്കിലും കെനിഷ ബോർഡറിൽ എംബ്രോയ്ഡറി ചെയ്ത സ്വർണ്ണ നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിരുന്നത്. രണ്ടുപേരും ദമ്പതികളെ പോലെയുണ്ടെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരുന്നത്. 2024 സെപ്റ്റംബറിൽ വേർപിരിയാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം രവി മോഹനും ആരതിയും സോഷ്യൽ മീഡിയയിൽ തമ്മിലടിച്ചിരുന്നു. DD നെക്സ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ കെനിഷ രവിയുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ അക്കാലത്ത് തള്ളിക്കളഞ്ഞു. ആരതിയും കുടുംബവും അധിക്ഷേപിച്ചുവെന്ന് കെനിഷ പറഞ്ഞിരുന്നു. ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ പ്രൊഫഷണൽ കാരണങ്ങളാൽ താൻ രവിയെ കണ്ടുമുട്ടിയെന്നും അവർ കൂട്ടിച്ചേർത്തു. രവി മോഹൻ്റെ മുൻ ഭാര്യ ആരതിക്കും കുടുംബത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ജയം രവിയുടെ ഭാര്യയും ബന്ധുക്കളും അദ്ദേഹത്തിന് നൽകിയ വേദന മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയേക്കാൾ വലുതാണെന്ന് കെനിഷ പറഞ്ഞിരുന്നു. ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ആരതിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അദ്ദേഹം അനുഭവിച്ച പോരാട്ടങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് എനിക്ക് വളരെ വേദനാജനകമാണെന്നും കെനിഷ പറഞ്ഞു. ലിംഗഭേദമില്ലാതെ ആരും ഇത്രയധികം പീഡനം അർഹിക്കുന്നില്ലെന്നും വേണമെങ്കിൽ ഈ പീഡനത്തിൻ്റെ തെളിവുകൾ കോടതിയിലോ പൊതുമധ്യത്തിലോ വയ്ക്കാൻ തയ്യാറാണെന്നും കെനിഷ പറയുന്നു.